ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം കരുതുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മേവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26-ാം വചനം. മത്തായി 16-ാം അധ്യായം 26-ാം വചനം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ്? വേദപുസ്തകം പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ. ജീവൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മാവിനെയാണ്, നമ്മുടെ ആത്മാവിനെ ജീവൻ. കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ശരിക്കും നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടു പോകും. ശരീരത്തിന് നിലനിൽപ്പില്ലാത്ത ഒന്നാണ് നമ്മൾ ഈ പുറമേ കാണുന്ന നമ്മുടെ ബോഡി. അത് നശിച്ച് മുന്നിലേക്ക് തിരികെ ചേരുന്നതാണ്. എന്നാൽ നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. ആത്മാവ് മരിക്കുന്നില്ല. അത് സ്വർഗീയമായി സൃഷ്ടിക്കപ്പെട്ടതും സ്വർഗത്തിൽ നിന്ന് നമ്മൾ ഈ ബോഡിയിലേക്ക് വന്നു ചേർന്നതുമാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ബോഡി നശിച്ചു പോകുന്നു, നമ്മൾ മരിക്കുന്നില്ല. അതായത് ജീവൻ, നമ്മൾ നിത്യജീവന് വേണ്ടി തിരികെ പോകുന്നു, സ്വർഗത്തിലേക്ക് തിരികെ പോകുന്നവരുമാണ്. എന്നാൽ ഇപ്പോൾ ഒരു മനുഷ്യനെ പറ്റി പറയും, ഈ ലോകത്ത് ജീവിക്കാൻ ഒരു മനുഷ്യനെ ആക്കുന്നു. ആ മനുഷ്യൻ സർവ്വലോകവും നേടുന്നു, അതായത് ഈ ലോകത്തെ നേടുന്നു. ഈ ലോകത്തെ നേടിയിട്ട് എന്ത് സംഭവിക്കുന്നു? തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ഈ ലോകത്തെ കിട്ടി, എന്നിട്ട് തൻ്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള തൻ്റെ ആത്മാവിനെ ഇവിടെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നശിച്ചു പോകുന്ന ഒന്നാണ് ഈ ലോകത്തിലെ എല്ലാ സംഗതിയും ഇവിടെ നശിക്കുന്നതാണ്. നമ്മുടെ ബോഡിയും ഇവിടെ നശിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നശിക്കുന്ന ഒരു കാര്യം കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്നതാണ്. എന്നാൽ ഒരിക്കലും നശിച്ചു പോകാത്ത നിലനിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ജീവൻ, നിത്യജീവനും. നമ്മുടെ ജീവൻ, അതായത് നമ്മുടെ ആത്മാവ്. അങ്ങനെ നമ്മുടെ ആത്മാവ് നിലനിൽക്കുന്നതും നമ്മുടെ ബോഡി ഈ ലോകത്തിലുള്ളതുപോലെ നശിക്കുന്നതും ഈ ലോകത്തിലുള്ളതെല്ലാം നശിക്കുന്നതുമാണ്. അപ്പം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഈ ലോകത്തിലെ നന്മകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, അതായത് നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ താല്പര്യം കാണിക്കുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് താല്പര്യം കാണിക്കുന്നു, പിന്നെ ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. അങ്ങനെ ഈ ലോകത്തിലുള്ള പലതും നമ്മൾ സ്വന്തമാക്കുന്നു, സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നു, അതിൻ്റെ പിന്നാലെ നടക്കുന്നു. ഒടുവിൽ അങ്ങനെ നടന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവൻ, നമ്മുടെ ആത്മാവിനെ നമുക്ക് നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ അതിന് കിട്ടേണ്ട നന്മ നഷ്ടപ്പെടുന്നു. അങ്ങനെ എന്ത് പ്രയോജനം ആ വ്യക്തിക്ക്? നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്ക് കുറച്ച് നാൾ മാത്രം ജീവിക്കാൻ ആക്കി വെച്ചിരിക്കുന്ന ഈ ലോകത്തെ നമ്മൾ നേടാൻ ശ്രമിക്കുന്നത് കാരണം നമ്മൾ നിത്യജീവനിലേക്ക് പോകേണ്ട നമ്മുടെ ആത്മാവ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ആ ജീവനെ, ആത്മാവിനെ തിരിച്ചെടുക്കാനായിട്ട് എന്ത് വില കൊടുക്കാൻ പറ്റും? പ്രിയമുള്ളവരെ, ഒരിക്കലും ഒന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മാവിനെ വീണ്ടുകൊള്ളാൻ കഴിയില്ല. യേശുവിൻ്റെ രക്തത്താലല്ലാതെ നമ്മുടെ ആത്മാവിന് നിത്യരക്ഷ ഉണ്ടാകുന്നില്ല. ഇപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈ ലോകത്തിൽ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രമുള്ള സൗഭാഗ്യങ്ങളെ നോക്കിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. മറിച്ച് നമ്മുടെ ജീവൻ, നമ്മുടെ ആത്മാവിൻ്റെ നിത്യതയിലേക്കുള്ള രക്ഷയെ നോക്കിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. കാരണം ഇവിടെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളിതെല്ലാം നഷ്ടപ്പെടുത്തി കളയും, ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. എന്നാൽ ഒരിക്കലും നശിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടവരാണ്. അവിടെ നമ്മൾ നിലനിൽക്കുന്നത് നമ്മുടെ ആത്മാവാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ആത്മാവിനെ ഇവിടെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എന്തൊക്കെ നിങ്ങൾ നേടിയാലും, എത്ര സൗഭാഗ്യങ്ങൾ നേടിയാലും, ഈ ആത്മാവിനെ നേടിയില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായും നഷ്ടം തന്നെയാണ്. എന്ത് പ്രയോജനമെന്ന് വേദപുസ്തകം പറയും. എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അത് വേസ്റ്റായി മാറി എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമയം നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആത്മാവ് ക്രിസ്തുവിലാണ് ചേർന്നിരിക്കേണ്ടത്. ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആത്മാവ് രക്ഷയിലാണോ എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യേണ്ടൊരു കാര്യം. നമ്മൾ ആത്മനിത്യ രക്ഷയിലാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്. നമുക്ക് സ്വർഗീയമായ, ഒരിക്കലും നിലയ്ക്കാത്ത ആ മനോഹരമായ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കുവാൻ, നിലനിൽക്കുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥിക്കുക. കാരണമുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, വചനം കേട്ട പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. സ്വന്തം ജീവനെ, ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ സ്വർഗീയത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ, ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾക്ക് അതീതമായി സ്വർഗീയമായ ആത്മാവിലേക്ക് ചേരുവാൻ തക്കവണ്ണം കാംക്ഷിക്കുവാനും അതിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രാർത്ഥനയോടെ സിബിൻ പൊളിച്ച്